ഫോർത്ത് സ്റ്റാൻഡേർഡിലെ എൻവയോൺമെന്റൽ സയൻസ് ആണ് ഇന്ന് എടുക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ്. ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ജീവികള്, സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാട്. ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവികളും ചുറ്റുപാടും എന്നാണ് കേട്ടോ. ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്കൊരു ബ്യൂട്ടിഫുൾ പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. പിക്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാം? ആ പോണ്ട് കാണാം, പോണ്ട് ഒബ്സർവ് ചെയ്യുന്ന കുറച്ച് കുട്ടികളെ കാണാം, പിന്നെ പ്ലാന്റ്സ്, ട്രീസ് കാണാം, പിന്നെ ധാരാളം ക്രീച്ചേഴ്സിനെ കാണാം അല്ലെ. എന്താണ്? വാട്ടർ അനിമൽസും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ലാൻഡ് അനിമൽസും ഉണ്ട് അല്ലെ. ഈ ക്രീച്ചേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേന്നൊന്ന് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഒബ്സർവേഷൻ നോട്ടാണ്. അതായത് റെയ്ന എന്ന് പറഞ്ഞ കുട്ടി എഴുതിയ ഒരു നിരീക്ഷണ കുറിപ്പാണ് കേട്ടോ. അവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ, 28/2024 എന്ന്. അപ്പൊ നമുക്കൊന്ന് ഒബ്സർവേഷൻ നോട്ട് ഒന്ന് വായിച്ചു നോക്കാം. ടുഡേ വി സെലക്ടഡ് വാട്ടർ ലില്ലി പോണ്ട് ഫോർ എൻവയോൺമെന്റൽ ഒബ്സർവേഷൻ. എന്താണ്? പരിസര നിരീക്ഷണത്തിനായിട്ട് ഇന്ന് ഞങ്ങള് തെരഞ്ഞെടുത്തത് ഒരു ആമ്പൽക്കുളമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. വി ട്രാവൽഡ് അലോങ് ദ എഡ്ജ് ഓഫ് ദ പാഡി ഫീൽഡ് ആൻഡ് റീച്ച് ദ ബാങ്ക് ഓഫ് ദ പോണ്ട്. എന്താണ്? നെൽപ്പാടത്തിന്റെ വരമ്പത്തു കൂടെ ഞങ്ങൾ യാത്ര ചെയ്ത് കുളക്കരയിൽ എത്തി എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ പിക്ചറിലെ കുട്ടികളെ. ഫ്രം ദ ഷെയ്ഡ് ഓഫ് എ ട്രീ ഓൺ ദ ബാങ്ക് വി ഒബ്സർവ്ഡ് ദ പോണ്ട്. കുളക്കരയിലെ തണലിൽ നിന്ന് കുളം നിരീക്ഷിച്ചു. വാട്ടർ വാസ് ക്രിസ്റ്റൽ ക്ലിയർ. വെള്ളം എങ്ങനെയായിരുന്നു? നല്ല തെളിഞ്ഞ വെള്ളമാണ്. വാട്ടർ ലില്ലീസ് വർ ഇൻ ഫുൾ ബ്ലൂം. അമ്പൽപ്പൂക്കളെല്ലാം പൂവിട്ടുണ്ടായിരുന്നു. വി നോട്ടീസ് വേരിയസ് അക്വാട്ടിക് പ്ലാന്റ്സ്, മോസസ് ആൻഡ് ഫോളൻ ലീവ്സ് ഓൺ ദ വാട്ടർ. പലതരം ജലസസ്യങ്ങളും പായലുകളും മരത്തിൽ നിന്നും കൊഴിഞ്ഞ ഇലകളും ഞങ്ങൾ ശ്രദ്ധിച്ചു. ഗ്രാസസ്, വൈൻസ് ആൻഡ് ഷബ്സ് വർ ഗ്രോയിങ് അലോങ് ദി ബാങ്ക് ഓഫ് ദ പോണ്ട്. എന്താണ്? കുളത്തിന്റെ കരയില് പുല്ലുകള്, വള്ളികള്, കുറ്റിച്ചെടികളെല്ലാം വളരുന്നുണ്ടായിരുന്നു. There were birds, squirrels, chameleons, spiders, ants and other small organisms on the jamun tree near the pond. കുളക്കരയിലെ ഞാവൽ മരത്തിൽ കിളികളും, സ്ക്വിറൽസ് എന്ന് പറഞ്ഞാല് അണ്ണാന്മാരും, കെമിലിയൻ എന്ന് പറഞ്ഞാല് മരയോന്ത് കേട്ടോ, മരയോന്തുകളും, എട്ടുകാലികള്, ഉറുമ്പുകള്, മറ്റു ചെറുപ്രാണികളുമുണ്ട്. There was plenty of fish in the pond. They occasionally came to the surface and opened their mouths. കുളത്തില് ധാരാളം മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. അവ ഇടയ്ക്കിടെ വെള്ളത്തിന് മുകളിൽ വന്ന് വായ തുറക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. Frogs, tadpoles, crabs, snails, water snakes and other aquatic organisms were also the inhabitants of the water lily pond. എന്താ പറഞ്ഞിരിക്കുന്നത്? തവള, ടാഡ്പോൾസ് എന്ന് പറഞ്ഞാല് വാൽമാക്രി കേട്ടോ, ക്രാബ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഞണ്ടുകള്, പിന്നെ സ്നെയിൽസ് ഒച്ചുകള്, വാട്ടർ സ്നേക്സ് എന്ന് പറഞ്ഞാല് നീർക്കോലി, അതുപോലെ തന്നെ മറ്റു ജലപ്രാണികളും അമ്പൽക്കുളത്തിലെ അന്തേവാസികളാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അക്വാറ്റിക് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാല് ജലപ്രാണികള്, ഇൻഹാബിറ്റൻസ് എന്ന് പറഞ്ഞാല് അന്തേവാസികൾ കേട്ടോ. വി പ്ലേഡ് ബൈ ത്രോയിങ് സ്മോൾ സ്റ്റോൺസ് ഇൻ ടു ദ പോണ്ട് ക്രിയേറ്റിംഗ് റിപ്പിൾസ്. കുളത്തിലേക്ക് ചെറിയ കല്ലുകൾ എറിഞ്ഞ് ഓളങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കളിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം എൻജോയിങ് ദ കൂൾനെസ് ഓഫ് ദ പോണ്ട്. കുളത്തിലെ തണുപ്പ് ആസ്വദിച്ച് ഞങ്ങള് കുറെ നേരം അവിടെ ചിലവഴിച്ചു എന്നാണ് കേട്ടോ തന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഒബ്സർവേഷൻ നോട്ട്. ഇനി എന്താ അവിടെ കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, നമുക്ക് നോക്കാം അല്ലെ. ഡിഡ് യു റീഡ് റെയ്നാസ് ഒബ്സർവേഷൻ നോട്ട്സ്? നിങ്ങൾ റെയ്നയുടെ ഒബ്സർവേഷൻ നോട്ട് വായിച്ചല്ലോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. വിച്ച് ഓർഗാനിസംസ് ഡിഡ് യു സീ ഇൻ ദ പോണ്ട്? അതായത് കുളത്തില് ഏതൊക്കെ ജീവികളെയാണ് കണ്ടത് എന്നാണ് കേട്ടോ. ഏതൊക്കെ ജീവികളെ കണ്ടത് കുളത്തില്? ഫ്രോഗ്സ്, ടാഡ്പോൾസ്, ക്രാബ്സ്, സ്നെയിൽസ്, വാട്ടർ സ്നേക്സ്, അതുപോലെ തന്നെ അതർ അക്വാറ്റിക് ഓർഗാനിസംസ്. ഇതൊക്കെയല്ലേ കണ്ടത് നമ്മള്. വിച്ച് ഓർഗാനിസംസ് ലിവ്ഡ് ഓൺ ദ ട്രീ? മരത്തിൽ ജീവിക്കുന്ന ജീവികൾ ഏതെല്ലാം എന്ന് ചോദിച്ചിരിക്കുകയാണ് അല്ലെ. ഏതൊക്കെയാണ്? ബേർഡ്സ്, സ്ക്വിറൽസ്, കെമിലിയൺ, സ്പൈഡേഴ്സ്, ആൻസ്, അതുപോലെ തന്നെ അതർ സ്മോൾ ഓർഗാനിസം. ഓൾ ഓർഗാനിസംസ് നീഡ് എ പ്ലേസ് ടു ലിവ്. അതായത് എല്ലാ ജീവികൾക്കും താമസിക്കാൻ സ്ഥലം ആവശ്യമില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ആവശ്യമുണ്ട് അല്ലെ. യെസ്, ഓൾ ഓർഗാനിസംസ് നീഡ് എ പ്ലേസ് ടു ലിവ്. ഇറ്റ് ഈസ് കോൾഡ് ദെയർ ഹാബിറ്റാറ്റ് അല്ലെ, അവരുടെ വാസസ്ഥലം എന്നല്ലേ നമ്മൾ പറയുക. ക്യാൻ ഓർഗാനിസംസ് ദാറ്റ് ലിവ് ഇൻ വാട്ടർ ആൾസോ ലിവ് ഓൺ ലാൻഡ്? അതായത് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് കരയിലും ജീവിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താണ്? കൂടുതലും വാട്ടർ അനിമൽസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കരയിൽ ജീവിക്കാൻ കഴിയില്ല.
പക്ഷെ ചില അനിമൽസിന് എന്താണ് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും കേട്ടോ. നമുക്ക് എക്സാമ്പിൾ ഒക്കെ അറിയാലോ, ക്രൊക്കഡൈല്, ഫ്രോഗ്സ്, അതിനൊക്കെ എന്താണ് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയൂ അല്ലെ. മോസ്റ്റ് വാട്ടർ അനിമൽസ് കനോട്ട് ലിവ് ഓൺ ലാൻഡ് ബട്ട് സം അനിമൽസ് ക്യാൻ ലിവ് ബോത്ത് ഇൻ വാട്ടർ ആൻഡ് ഓൺ ലാൻഡ്. വൈ കാൺട്ട് ഫിഷ് ലിവ് ഓൺ ലാൻഡ്? എന്തുകൊണ്ടാണ് മീനിന് കരയിൽ ജീവിക്കാൻ കഴിയാത്തത് എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. എന്താ കാര്യം? ഫിഷിന് വെള്ളം വേണം അല്ലെ ജീവിക്കാനായിട്ട്. ഫിഷ് നീഡ് വാട്ടർ ടു ലിവ്. ദേ ബ്രീത്ത് ഇൻ വാട്ടർ യൂസിങ് ഗിൽസ്. ഗിൽസ് എന്ന് പറഞ്ഞാല് ചെകിളകൾ കേട്ടോ. ചെകിളകൾ ഉപയോഗിച്ചാണ് അവര് ശ്വസിക്കുന്നത് കേട്ടോ. Then what special features have you observed in fish that help them live in water? ജലത്തില് ജീവിക്കാനായിട്ട് മീനുകളെ സഹായിക്കുന്ന എന്തൊക്കെ പ്രത്യേക സവിശേഷതകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പൊ എന്തൊക്കെ സവിശേഷതകളാണ് മീനിനെ ജലത്തിൽ ജീവിക്കാൻ സഹായിക്കുന്നത് എന്നാണ് അല്ലെ. വെള്ളത്തിൽ എങ്ങനെയാ ഫിഷുകൾ ബ്രീത്ത് ചെയ്യുന്നത്, ശ്വസിക്കുന്നത് എങ്ങനെയാ? ഗിൽസ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ. അപ്പൊ ഫിഷ് ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. പിന്നെ ഫിഷുകൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെള്ളത്തില് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചലിക്കാൻ വേണ്ടിയിട്ട് അതിന് സഹായിക്കുന്നത് എന്തൊക്കെയാണ്? അതിന്റെ ബോഡി ഷേപ്പ്, ആകൃതി കേട്ടോ, അതായത് ശരീരാകൃതിയും അതുപോലെ തന്നെ ഫിൻസ് എന്ന് പറഞ്ഞാൽ ചിറകുകള്, ടെയിൽ ഫിന്ന്, വാൽ ചിറകുകള്, അതുപോലെ തന്നെ അറേഞ്ച്മെന്റ് ഓഫ് സ്കെയിൽസും. അറേഞ്ച്മെന്റ് ഓഫ് സ്കെയിൽസ് എന്ന് പറഞ്ഞാല് ചെതമ്പലുകളുടെ ക്രമീകരണവും അതുപോലെ തന്നെ സ്ലിപ്പറി നേച്ചർ, വഴുവഴുപ്പുള്ള നേച്ചർ അല്ലേ, പ്രകൃതി അല്ലേ ഫിഷുകൾക്കുള്ളത്. ഇതെല്ലാമാണ് അതിനെ എന്ത് ചെയ്യാൻ സഹായിക്കുന്നത്? വെള്ളത്തില് ചലിക്കാൻ സഹായിക്കുന്നത് കേട്ടോ. ദ ബോഡി ഷേപ്പ്, ഫിൻസ്, ടെയിൽ ഫിൻ, അറേഞ്ച്മെന്റ് ഓഫ് സ്കെയിൽസ് ആൻഡ് സ്ലിപ്പറി നേച്ചർ of fish help them move through water. Fish breathe with the help of gills. The body shape, അതായത് ശരീരത്തിന്റെ ആകൃതി. ഫിൻസ് എന്ന് പറഞ്ഞാല് ചിറകുകള്. ടെയിൽ ഫിൻ എന്ന് പറഞ്ഞാല് വാൽച്ചിറക്, മീനിന്റെ വാൽച്ചിറക് കണ്ടിട്ടുണ്ടല്ലോ. ദെൻ അറേഞ്ച്മെന്റ് ഓഫ് സ്കെയിൽസ്, അതായത് സ്കെയിൽസ് എന്ന് പറഞ്ഞാല് ചെതുമ്പലുകളുടെ ക്രമീകരണം കേട്ടോ, അറേഞ്ച്മെന്റ്. അതുപോലെ തന്നെ സ്ലിപ്പറി നേച്ചർ ഓഫ് ഫിഷ്, മീനിന്റെ വഴുവഴുപ്പുള്ള പ്രകൃതം. ഇതൊക്കെയാണ് എന്താണ് ജലത്തില് സഞ്ചരിക്കുന്നതിന് മീനിനെ സഹായിക്കുന്നത് കേട്ടോ. ഫിഷ് ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് മീനുകള് ശ്വസിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് അവരെ വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഫീച്ചേഴ്സ് കേട്ടോ. ദെൻ ലെറ്റ്സ് ഡ്രോ ദ പിക്ചർ ഓഫ് എ ഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കുറെ ഡോട്ട്സ് ഇട്ടുണ്ടല്ലേ, അതൊക്കെ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഫിഷിന്റെ പിക്ചർ വരയ്ക്കുക കേട്ടോ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ഫിഷ്? ഫിഷിന്റെ, മീനിന്റെ ആകൃതി എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ദ ഷേപ്പ് ഓഫ് ഫിഷ് ഈസ് സ്ട്രീം ലൈൻഡ് ഷേപ്പ് ആണ്. സ്ട്രീം ലൈൻഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇലോങ്ങേറ്റഡ്, അതായത് നീളമേറിയതും. വൈഡ് ഇൻ ദ മിഡിൽ, നടുക്ക് എങ്ങനെയാണ്? വീതിയേറിയത് കേട്ടോ. ദെൻ നാരോ അറ്റ് ബോത്ത് എൻഡ്സ് ആണ് കേട്ടോ, അതായത് രണ്ടറ്റങ്ങളും ഇടുങ്ങിയതുമാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുക? സ്ട്രീം ലൈൻഡ് ഷേപ്പ് എന്ന് പറയുക കേട്ടോ. How does this shape help the fish move in water? ഈ ആകൃതി എങ്ങനെയാണ് മീനിനെ ജലത്തിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത് എന്നാണ് അല്ലെ. സ്ട്രീംലൈൻ ഷേപ്പ് help the fish move in water by reducing resistance so it can swim easily and quickly. പ്രതിരോധം കുറയ്ക്കുന്നതിലൂടെ ഈ ഷേപ്പ് ഒക്കെ വേഗത്തിലും എളുപ്പത്തിലും നീന്താൻ സഹായിക്കുന്നു. റെഡ്യൂസിങ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് പ്രതിരോധം കുറയ്ക്കുക കേട്ടോ. ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് ദ ബോർഡ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. രണ്ട് ഷേപ്സിലുള്ള ബോർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, അതായത് വഞ്ചികള്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദീസ് ഷേപ്സ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ട്രാവലിംഗ് ത്രൂ വാട്ടർ? ഇതിൽ ഏത് ആകൃതിയാണ് കൂടുതൽ അനുയോജ്യം കേട്ടോ, വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ കൂടുതൽ അനുയോജ്യമുള്ള ആകൃതി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഫസ്റ്റ് ഷേപ്പ് ആണ് അല്ലെ. ദ ഫസ്റ്റ് ഷേപ്പ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ട്രാവലിംഗ് ത്രൂ വാട്ടർ. ഹാവ് യു നോട്ടീസ് ഹൗ ഫിഷ് മൂവ് ഇൻ വാട്ടർ? മീനുകൾ വെള്ളത്തിൽ സഞ്ചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നോക്കാറുണ്ട് അല്ലെ, നോക്കിയിട്ടുണ്ട് അല്ലെ, മീനുകൾ സഞ്ചരിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നല്ല രസമല്ലേ കാണാൻ? ഫിഷ് മൂവ് ഇൻ വാട്ടർ ബൈ മൂവിങ് ദയർ ടെയിൽ ആൻഡ് ഫിൻസ്. അവരുടെ ടെയില്, വാലും അതുപോലെ തന്നെ ഫിൻസ്, ചിറകുകളും എന്ത് ചെയ്തിട്ടാണ്? ചലിപ്പിച്ചിട്ടാണ് അല്ലെ അവര് മൂവ് ചെയ്യുക. കണ്ടിട്ടുണ്ട് അല്ലെ നമ്മള്. Then how do they change their direction? അവരുടെ സഞ്ചാര ദിശ എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. ബൈ മൂവിങ് their fins and tail ആണ് കേട്ടോ. Fish change their direction by moving their fins and tail. This help them turn left or right in water. ഇതാണ് അവരെ ഇടത്തോട്ടും, വെള്ളത്തിലെ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ സഹായിക്കുന്നത്. How are their scales arranged? അവരെ സ്കെയിൽസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞല്ലേ, ചെതുമ്പലുകളാണ് കേട്ടോ. ചെതുമ്പലുകളെയാണ് സ്കെയിൽസ് എന്ന് പറയാ. ആ സ്കെയിൽസ് ഒക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാ? നമ്മൾ ഓടുകൾ വിരിക്കില്ലേ, അതുപോലെയാണ് കേട്ടോ. The fish scales are arranged in overlapping rows
ലൈക്ക് റൂഫ് ടൈൽസ്. അതായത് ഒരു വരിയിൽ ഒന്നിലുമീതെ ഒന്നായിട്ടാണ് ഉണ്ടാവുക കേട്ടോ ആ ഫിഷിന്റെ സ്കെയിൽസ് എന്ന് പറയുന്നത്. അതായത് റൂഫ് ടൈൽസ് വിരിക്കുന്ന പോലെ. വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി ഹെൽപ്സ് ദം ബ്രീത്ത്? അവയുടെ ഏത് ശരീരഭാഗമാണ് അവരിനെ ശ്വസിക്കാൻ സഹായിക്കുന്നത്? നമ്മൾ പറഞ്ഞതാണല്ലേ, എന്താണ്? ഫിഷ് യൂസ് ദയർ ഗിൽസ് ടു ബ്രീത്ത്. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ് ദ ഫിഷ് ലിവ് ഇൻ വാട്ടർ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഏതൊക്കെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അതന്നെയാണ് കേട്ടോ. ദ ബോഡി ഷേപ്പ്, ഫിൻസ്, tail fin, arrangement of scales and slippery nature of fish helps them move through water. Fish breathe with the help of gills. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി പോർഷൻസ് നോക്കാം. ഓക്കെ, ബൈ.